വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളൊരു കേരള കോൺടെക്സ്റ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതെ, ഉണ്ണികൃഷ്ണൻ അത് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഫെഡറൽ ബഡ്ജറ്റ്സ് ആർ കവേർഡ് ഇൻ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് അറ്റംപ്റ്റ് ടു കവർ ദ ട്രൂത്ത്. എന്ന് വെച്ചാൽ കടം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പരമാവധി അറകളിലാക്കി അത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹിൻഡൻബർഗ് വന്നാൽ ഈ പറയുന്ന കള്ളത്തരം പൊളിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്താ പറഞ്ഞിരിക്കുന്നത്, അവർ കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഫോളോ അപ്പ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില പദ്ധതികളിൽ ഇപ്പോൾ CAG-യുടെ കാര്യത്തിനകത്ത് ഈ CAG-ക്കൊന്നും ഈ തരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് പരിശോധന നടത്താൻ അനുവദിക്കാതിരിക്കുന്നത് തന്നെ ഈ പറയുന്ന ഈ ഫണ്ടുകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രയധികം സംസ്ഥാനങ്ങൾക്ക് സ്വന്തം ചെലവ് നടത്താൻ വേണ്ടി നൽകുന്ന ഈ പറയുന്ന 32% മുതൽ 42% വരെയുള്ള തുകയുണ്ടല്ലോ, ബാക്കി 64% തുക എവിടെ പോകുന്നു എന്നുള്ള ഒരു നികുതി കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദിക്കാനില്ലേ. IMF പറയുന്നത് എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് ആകെയുള്ള വരുമാനം 100 രൂപയാണ് എങ്കിൽ ആ 100 രൂപയേക്കാൾ അധികം കടമെടുക്കുന്നു എന്നുള്ളതാണ്. രാജ്യം ഒരു വലിയ കടബാധ്യതയിലേക്ക് പോകുന്നു എന്ന് IMF-നെ പോലുള്ള ഒരു ഏജൻസി നമുക്ക് വാൺ ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള കടമെടുപ്പ് അനുവദിക്കാതെ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ഈ 15ാം തരം കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള റവന്യൂ കമ്മി നികത്താനുള്ള കേന്ദ്ര സഹായം ഈ വർഷം മുതൽ ഇല്ല. GST നഷ്ടപരിഹാരം അവസാനിച്ചു. GST നഷ്ടപരിഹാരം അവസാനിപ്പിക്കുമ്പോൾ GST നഷ്ടപരിഹാരത്തിനുള്ള സെസ് തുടരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളറിയാമല്ലോ. നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുകയാണ് GST സെസ് എന്ന് പറയുന്നത്. അത് GST നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചു, പക്ഷേ GST സെസ് തുടരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ തോത് ഇപ്പോൾ 30% മാത്രമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 30% മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള, ഇപ്പോൾ 70% തനത് നികുതിയിൽ നിന്നാണ് കേരളം എടുക്കുന്നത്, ബാക്കി 30% മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ എന്നുള്ള അനിതര സാധാരണമായ സാഹചര്യത്തിൽ 30 അനിതര സാധാരണമായ സാഹചര്യം എന്നാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. ഫെഡറൽ സംവിധാനത്തിൽ വലിയ നിലയിൽ വിലങ്ങ് തടികൾ ഉണ്ടാവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ഞാൻ ഒന്ന് ഉണ്ണിബാലകൃഷ്ണനിലേക്ക് പോയിട്ട് വരാം. Meet the editors.